ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറെ ഒന്നല്ല, നെസ്ലന്റെ ഇനി വരാൻ പോണ പടങ്ങൾ. നെസ്ല ഇപ്പോൾ പ്രേമിലു എന്ന് പറഞ്ഞ പടത്തിന് ശേഷം കുറച്ച് ബിഗ്ഗസ്റ്റ് ഫിലിംസ് ഒക്കെ ആളുടെ ഉള്ളത്. എന്തായാലും ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്ന പ്രേമിൽ ഇറങ്ങാനായിട്ട് മുന്നേ എടുത്ത് വെച്ചിരുന്ന അയാം കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗിരീഷേഡിയൻ എടുത്ത പടമാണ്. ആ പടം എന്തുകൊണ്ടാണ് റിലീസ് നീണ്ടു പോകണമെന്ന് അറിയില്ല. എന്തായാലും ഇത് ലാസ്റ്റ് അവർ പറഞ്ഞിരുന്ന ഓഗസ്റ്റിൽ റിലീസ് ആവുന്നുള്ളതായിരുന്നു 2024. പക്ഷേ റിലീസായിട്ടില്ല. മിക്കവാറും ഈ വർഷം തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ ആളുടെ വരാൻ പോണ വലിയ ഒരു പടമാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഖാലിദ് റഹ്മാനാണ് എടുക്കുന്നത്. എന്തായാലും ആൾ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ബോഡിയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ പടത്തിന്റെ റിലീസായി പറഞ്ഞു കൊടുക്കുന്നത് മാർച്ച് 28, 2025 എന്നുള്ളതാണ്. എന്തായാലും പടം ഒരു ബോക്സിംഗ് പടമാണ്. അത് മുന്നേ നമ്മൾ കേട്ടിരുന്നതാണ്. പിന്നെ ഇപ്പോൾ മോശം പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ പടത്തിലത്തെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാസ്റ്റ് തന്നെയാണ്. നെസ്ല ഉണ്ട്, ലുക്മാൻ ഉണ്ട്, ഗണപതി ഉണ്ട്, സന്ദീപ് പ്രദീപ് ഉണ്ട്, ഫ്രാൻസിസ് ഉണ്ട്, അനകരവി ഉണ്ട്, ബേബിജി ഉണ്ട്, ശിവഹരിഹരൻ ഉണ്ട്, ഷോൺജോ ഉണ്ട്, കാർത്തിക് ഉണ്ട്, നന്ദനിശാന്ത് ഉണ്ട്, നോയില ഫ്രാൻസി ഉണ്ട്. ഇത്ര ആൾക്കാരാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനിയും വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്തായാലും. പിന്നെ ഈ പടം കഴിഞ്ഞാൽ വരാൻ പോണ പടം എൻ്റെ രീതിയിലൊക്കെ തോന്നുന്നത് വേഫർ ഫിലിംസിന്റെ പ്രൊഡക്ഷൻ നമ്പേഴ്സാണ്. എന്നുവെച്ചാൽ കല്യാണി പ്രിയദർശൻ നായിക എത്തുന്ന അരുൺ ഡൊമിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ എടുക്കുന്ന പടമാണ് ഈ പടം. എന്നുവെച്ചാൽ ദുൽഖറിന്റെ പ്രൊഡക്ഷൻ കമ്പനി എടുക്കുന്ന പടം. അപ്പോൾ ഈ പടമായിരിക്കും പിന്നെ റിലീസിന് എത്താനുള്ളതാണ് തോന്നുന്നത്. കാരണം ഇത് പെട്ടെന്ന് അനൗൺസ് ചെയ്തെങ്കിലും പെട്ടെന്ന് ഷൂട്ട് തുടങ്ങാൻ സാധ്യതയുള്ള ഇതിലാണ്. പിന്നെ ഇതിൽ കുറെ ക്യാമിയോസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. ആരൊക്കെ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും കണ്ടറിയാം. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നൊക്കെ തോന്നുന്നത് പ്രേമലുവിന്റെ 2ാം ഭാഗമാണ്. ഗിരീഷേഡി തന്നെ എടുക്കുന്ന പടമാണ്. പ്രേമലുവിന്റെ 2ാം ഭാഗം ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തതാണ്. പ്രേമലു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് വിജയമായതിനു ശേഷം അവർ അനൗൺസ് ചെയ്തതാണ്. അതൊരു നല്ല പടമാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള വേറെ പടമാണ് അഭിനവ് സുന്ദർ നായക് എടുക്കുന്ന മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഈ പടം എന്ന് വെച്ചാൽ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിനീത് ശ്രീനിവാസന്റെ പടം എടുത്ത ഡയറക്ടറാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പടത്തിന് കുറച്ച് പ്രതീക്ഷ കൂടുതലാണ്. ഇതും 2025 തന്നെയാണ് പുറത്തിറങ്ങുക. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് റിലീസ് ആകാൻ പോണ ഇതായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും വെയിറ്റ് ചെയ്ത് കണ്ടു നോക്കാം എങ്ങനെയൊക്കെ റിലീസ് ആകുക എന്നുള്ളത്. പിന്നെ അജിത് കുമാറിന്റെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞ പടത്തിലും ആളുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മെയിനായിട്ടും മലയാളത്തേക്ക് നോക്കുമ്പോൾ ഈ 5 പടങ്ങളാണ് ഇപ്പോൾ ആളുടെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സും സ്പെഷ്യൽ വീഡിയോസും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.